എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇവിടെ ഗോക്കു അവനാണെങ്കിൽ ബോഡി മുഴുവൻ ആ വൈറസ് സ്പ്രെഡായി അങ്ങനെ മരണത്തോട് മല്ലടിക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ എല്ലാ സഹായവും ഗോക്കുവിന് ചെയ്തു കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ വെജിറ്റ അവൻ ആ റോബോട്ട് ഒളിച്ചിരിക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് വരും. അവൻ ചുറ്റും നോക്കും, ആ റോബോട്ടിനെ കാണാനില്ല. ഓ നോ, നീ ഒരു വിഡ്ഢിയെ പോലെ ഈ പാറകൾക്കിടയിൽ പേടിച്ച് ഒളിച്ചിരിക്കുകയാണല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാ. ഇറ്റാണെങ്കിൽ ഒരുപാട് നേരം അവിടെ അന്വേഷിച്ചിട്ടും അവനെ കാണാൻ കഴിയില്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഈ പ്രദേശം മുഴുവൻ തകർത്ത് നിന്നെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് പറന്നു വരും. അപ്പൊ ദൂരത്തായിട്ട് പാറകൾക്കിടയിൽ മുട്ടപ്പൻ ആ ഒരു റോബോട്ടിനെ അന്വേഷിക്കുകയാണ്. വജീറ്റ ആ പ്രദേശം മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ മുട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, വജീറ്റ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പോവും. പക്ഷേ അത് കേൾക്കുന്നതിന് മുൻപ് തന്നെ അത്രയും വലിയ മാസിക പവർ ഇപ്പം പാറകൾക്കിടയിലേക്ക് ഇടും. അത് കാണേണ്ട താമസം വലിയ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ആ ഒരു മുടിയൻ റോബോട്ട് അവനങ്ങനെ ചാടി വന്ന് അവന്റെ 2 കൈകൾ ഉപയോഗിച്ച് ആ വലിയ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. സെക്കൻഡ് വജീറ്റയും നമ്മുടെ ആൾക്കാരും എല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് ഫ്രീസായി പോകും. കാരണം ഇപ്പൊ വജീറ്റയുടെ അത്രയും പവർ ആ റോബോട്ടും നേടിയെടുത്തു കഴിഞ്ഞു. കൺട്രോൾ പോയ വജീറ്റ ആണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരും. അവനാണെങ്കിൽ ഞൊട്ടിയിടയിൽ വജീറ്റയെ പറ്റിച്ച് അവിടെ നിന്ന് അങ്ങനെ സ്പീഡിൽ ചാടി പോവാണ്. വജീറ്റ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഓ നോ, അവൻ എന്റെ പവർ അബ്സോർബ് ചെയ്തെടുത്ത് ഇതിന് കഴിഞ്ഞും കൂടുതൽ ഫാസ്റ്റ് ആയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഇനി അവനെ പിടിക്കും ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ ആ ഒരു റോബോട്ട് ആണെങ്കിൽ വജീറ്റയുടെ തൊട്ടു പുറകിൽ മുകളിലായി വന്ന് അവനെ തന്നെ നോക്കുകയാണ്. ആ വിട്ടിക്ക് എന്നെ കണ്ടുപിടിക്കാനാവില്ല, കാരണം ഇപ്പൊ എനിക്ക് നല്ല പവറുണ്ട്. പക്ഷെ സത്യത്തില് ഈ വെജിറ്റയ്ക്ക് ഇത്രയും പവർ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ ഒരു പവർ ഉപയോഗിച്ച് എത്രയും വേഗം തിരികെ ലാബിലേക്ക് പോകുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. പക്ഷെ ഇവരെ വിട്ടിട്ട് പോകാനും എനിക്ക് മനസ്സ് വരുന്നില്ല. അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ പാറകൾക്കിടയിൽ വെയിറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും അടുത്ത് ഗോഹാനെ അവൻ ശ്രദ്ധിക്കുക. അതിനുശേഷം മാർഷൽ ആർട്സ് മാനെ, പിന്നീട് പിക്കലോയെ, മൊട്ടപ്പന്, അങ്ങനെ എല്ലാവരെയും അവൻ കറക്റ്റായിട്ട് കണ്ടെത്തി പോയിന്റ് ചെയ്യും. യാഹൂ, ഇതെന്റെ സമയമാണ്. ഇവരുടെ എല്ലാവരുടെയും പവർ അബ്സോർബ് ചെയ്തെടുക്കാൻ എനിക്ക് സാധിക്കും. അത് അബ്സോർബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് വജീറ്റയെ തോൽപ്പിക്കാനുള്ള പവർ അത് കിട്ടുമെന്ന് പറഞ്ഞ് അതിന് തയ്യാറെടുക്കുകയാണ്. ഗോഹാനാണെങ്കിൽ എന്തോ ഒരു ശബ്ദം കണ്ട് പേടിക്കും. അത് 2 പെൻഗ്വീനുകളാണ്. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കും. മൊട്ടപ്പനാണെങ്കിൽ ഒരു മൊട്ടക്കുന്നിന്റെ മുകളിൽ കയറി ആ റോബോട്ടിനെ അന്വേഷിക്കുന്ന സമയം ആ ഒരു പാറ തകർന്ന് അവൻ താഴേക്ക് വീഴും. പക്ഷെ ജസ്റ്റ് മിസ്സിന് മൊട്ടപ്പൻ അവിടെ അങ്ങനെ ഹോൾഡ് ചെയ്ത് ശ്വാസം മുറുക്കെ പിടിച്ചു നിൽക്കും. വജീറ്റ പറഞ്ഞതുപോലെ ഇവിടേക്ക് വരണ്ടായിരുന്നു, ഇതിപ്പോ വലിയ അപകടമാണെന്ന് പറഞ്ഞ് മൊട്ടപ്പൻ അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആ റോബോട്ട് അവനാണെങ്കിൽ ഇപ്പൊ പിക്കലോയെ നോട്ടം ഇട്ട് കഴിഞ്ഞു. യെസ്, എന്റെ ഇര അതിവൻ തന്നെയാണ്. ഈ കൂട്ടത്തിൽ വജീറ്റയുടെ അത്രയും പവർ ഉള്ളത് അതിവനാണ്, പിക്കലോ. സോ നൈസായിട്ട് ഞാൻ അവനെ പിടിച്ച് അവന്റെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കുമെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ ചുറ്റും നോക്കിയിട്ട് ആരെയും തന്നെ കാണാനില്ല. അവനെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ ആ റോബോട്ടാണെങ്കിൽ അവനെ അങ്ങനെ വരിഞ്ഞു മുറുകി പിടിച്ചു നിൽക്കും. പിക്കലോയ്ക്കാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. റോബോട്ടാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. നമ്മൾ 2 പേരും മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ. നിന്റെ പവർ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുത്ത് എനിക്ക് വജീറ്റയെ തോൽപ്പിക്കണം. പിക്കലോയ്ക്കാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാവും. അവൻ മൈൻഡിലൂടെ ഇപ്പൊ ഗോഹാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഗോഹാൻ, എത്രയും വേഗം നീ എന്റെ അടുത്തേക്ക് വരണം, ഇവൻ എന്റെ പവർ അബ്സോർബ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടാണെങ്കിൽ പിക്കലോടെ പവർ അത് ഓൾമോസ്റ്റ് 50% അബ്സോർബ് ചെയ്തെടുത്ത് പിക്കലോടെ കൺട്രോൾ പോയി അവന്റെ കൈകൾ താഴേക്ക് വീഴും. പക്ഷെ അടുത്ത നിമിഷം ഗോഹാൻ അവൻ ചാടി വന്ന് ആ റോബോട്ടിനെ ആഞ്ഞടിക്കും. കിട്ടിയ റോബോട്ടാണെങ്കിൽ നിലത്തങ്ങനെ തെറിച്ച് വീഴുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ശബ്ദം കേട്ട ആ ഭാഗത്തേക്ക് നോക്കും. പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് പറയും, ഹാവു, നീ കറക്റ്റ് സമയത്ത് തന്നെ വന്നു, അവൻ എന്റെ മുഴുവൻ പവർ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് കഴിയിട്ടില്ല. ആ റോബോട്ടാണെങ്കിൽ വളരെ വേഗം മുകളിലേക്ക് വരും. ഓ നോ, ആ നശിച്ച ചെറുക്കൻ എന്നെ കണ്ടുപിടിച്ചു. ഇനിയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് മാറണമെന്ന് അവൻ ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ ആൾക്കാരെല്ലാവരും അവനെ റൗണ്ട് ചെയ്യാണ്. വജീറ്റയെ കണ്ട് ആ റോബോട്ട് പേടിക്കും. ഓ നോ, വജീറ്റയെ തോൽപ്പിക്കാനുള്ള പവർ അതിപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. അവരുടെ ഇടയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ എനിക്കിപ്പോൾ രക്ഷപ്പെട്ടു പോകാനും കഴിയില്ല. ഓക്കെ, കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇവരെ ഡൈവേർട്ട് ചെയ്ത് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് പവർ അത് അബ്സോർബ് ചെയ്തെടുക്കണമെന്ന് പറയും. ഇവിടെ പിക്കലോ അവനാണെങ്കിൽ കലിപ്പിൽ ആ റോബോട്ടിനെ തന്നെ നോക്കുകയാണ്. ഗോഹാൻ പറഞ്ഞതനുസരിച്ച് മൊട്ടപ്പനാണെങ്കിൽ സെൻസുബിൻ ഫയർ ഇപ്പൊ പിക്കലോയ്ക്ക് കൊടുക്കും. അവനത് കഴിച്ച് ബാക്ക് ടു നോർമലായി അവന്റെ അത്രയും ഭാരമുള്ള ആ തുണികൾ താഴേക്കിടും. വജീറ്റ, നീ മാറി നിൽക്ക്, ഈ റോബോട്ടിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അതിന് വജീറ്റ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് എന്ത് സംഭവിക്കുന്നതിലും, പക്ഷെ എനിക്ക് ഭയം അവൻ നിന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കുമോ എന്നതാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. ആണ് പറ്റിയ അവസരം ആ പച്ച മനുഷ്യൻ അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കണമെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ അങ്ങനെ ചാടി തിരിഞ്ഞു വന്ന് അവനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ
റോബോട്ടിന്റെ കൺട്രോൾ അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് അവൻ താഴേക്ക് അടിച്ചു വീഴുകയാണ്. വജീറ്റ ആണെങ്കിൽ അത് കണ്ട് പരിഹസിച്ച് ഇപ്പൊ റോബോട്ടിനെ നോക്കി ചിരിക്കും. റോബോട്ട് ആണെങ്കിൽ എഴുന്നേക്കും. ഓ നോ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തു തന്നെയല്ലേ നിന്നത്, പിന്നെങ്ങനെ അവനെന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു ചിന്തിച്ച് വീണ്ടും അടിക്കാൻ തയ്യാറാവും. പക്ഷേ പിക്കലോ ആണെങ്കിൽ ഞൊടിയടയിൽ ഇൻവിസിബിൾ ആവും. വജീറ്റോ മുകളിലേക്ക് നോക്കും. സമയം പിക്കലോ ആണെങ്കിൽ മുകളിലൂടെ ചാടി വന്ന് അവന്റെ മുതുകിൽ ആഞ്ഞടിക്കും. എന്റെ കണക്കുകൂട്ടൽ അല്പം കൂടെ പിഴച്ചുപോയി, പക്ഷെ ഇതുകൊണ്ടൊന്നും അവനെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റോബോട്ടാണെങ്കിൽ വീണ്ടും കാര്യമായിട്ട് എന്തോ കാൽക്കുലേറ്റ് ചെയ്യും. കട്ട് ചെയ്ത വീണ്ടും ടൈം ട്രാവൽ ചെയ്തു വന്ന നമ്മുടെ സൂപ്പർ ഹീറോയെ കാണിക്കും. അവനാണെങ്കിൽ ചുറ്റും നോക്കും. ഫൈറ്റ് നടക്കുന്നത് എവിടെയാണെന്ന് അവന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓ നോ, എന്തോ കുഴപ്പമുണ്ട്, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ ഗസ് ശരിയാണെങ്കിൽ അത് നടക്കുന്ന അവിടെയായിരിക്കും എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലം അത് ലക്ഷ്യം വെച്ച് അവിടേക്ക് പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി നമ്മുടെ ബൊൽമയും റോബിനും കുഞ്ഞും. അവരാണെങ്കിൽ ഇപ്പോഴും പേടകത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. റോബിനാണെങ്കിൽ അവളോട് പറയും, ഓ നോ, നീ ഒരു അമ്മയല്ലേ, നിനക്ക് നിന്റെ കുഞ്ഞിനെ നോക്കണ്ടേ, വെറുതെ യുദ്ധത്തിന് പുറകെ പോയി ആവശ്യമില്ലാത്ത അപകടങ്ങൾ അത് വിളിച്ചു വരുത്തുകയാണെന്ന് പറയും. ബൊൽമയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും ആ സൂപ്പർ ഹീറോ അവരുടെ മുമ്പിലൂടെ പറന്നു പോവാ. യെസ്, ഇത് അവൻ തന്നെയാണ്, ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആ പയ്യൻ. എനിക്ക് ഉറപ്പുണ്ട് അവൻ പോകുന്നതും ആ വാർ നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് അവളിപ്പോ സ്പീഡിൽ അവന്റെ പിന്നാലെ പോകും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് വന്ന് വലിയൊരു കുഴി കണ്ട് അങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പിക്കലോ അവനാണെങ്കിൽ ആ റോബോട്ടിനെ പിടിച്ചു വലിച്ച് ഇതിനെ അറഞ്ചം പുറഞ്ചം അടിച്ച് ഫുട്ബോൾ തട്ടും പോലെ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര സന്തോഷം. ആ റോബോട്ടാണെങ്കിൽ ഓരോ തവണ അടിവിട്ടി വീണ്ടും ഈ വാങ്ങാനായി പിക്കലോടെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓനോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇവനിപ്പോൾ ശരിക്കും വജീറ്റയുടെ അത്രയും പവർഫുൾ ആയിരിക്കുകയാണ്. 3 വർഷം കൊണ്ട് ട്രെയിനിങ് എടുത്ത് ഒരാൾക്ക് സൂപ്പർ സയന്റ് അത്രയും പവർഫുൾ ആകാൻ കഴിയോ? പിക്കലോ ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയും. ഇവിടെ അടികെട്ടി വീണ്ടും താഴേക്ക് പോയ ആ ഒരു റോബോട്ട് ആണെങ്കിൽ ഞൊട്ടിയിടയിലും മുകളിലേക്ക് വന്ന് ഇപ്പൊ പിക്കലോടെ കൈ പിടിച്ച് തിരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ പിക്കലോ ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റി അവന്റെ കൈ പിടിച്ച് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ പിടിച്ചു വലിക്കും. എന്റെ പവർ പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, കാരണം നിന്നെ കൊണ്ടത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ആ കൈ അങ്ങനെ വെട്ടിയെടുക്കുകയാണ്. ആ റോബോട്ടാണെങ്കിൽ പേടിച്ച് ദൂരേക്ക് മാറും. അതേസമയം ഇവിടെയാണെങ്കിൽ ആ സൂപ്പർ ഹീറോ പയ്യൻ അവനാണെങ്കിൽ ആ തകർന്നു കിടക്കുന്ന ഉണ്ടപ്പൻ റോബോട്ടിനെ കണ്ടാണ് ഷോക്കായത്. ഓനോ, എന്റെ കാലഘട്ടത്തിലുള്ള റോബോട്ട് പ്രകാരമല്ല, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കാലഘട്ടത്തിലുള്ള ആ ഒരു റോബോട്ട് അത് വളരെ പവർഫുൾ ആണെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് പോരാട്ടം നടക്കുന്ന ശബ്ദം അവൻ കേൾക്കും. അവിടെ എന്തോ നടക്കുന്നുണ്ട്, എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൻ അവിടെ ലക്ഷ്യമാക്കി പോകും. ഇവിടെ പിക്കലോ ആണെങ്കിൽ റോബോട്ടിനെ വിടാതെ അതിനങ്ങനെ തല്ലി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ധാർഷ്ട്യത്തോടു കൂടെ അവനെ നോക്കും. നീ ഞങ്ങളെക്കുറിച്ച് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ്, നിന്റെ നാശത്തിനുള്ള സമയം അതായി കഴിഞ്ഞു. വജീറ്റ ആണെങ്കിൽ പിക്കലോട് പറയും, അദ്ദേഹം സമയം വേസ്റ്റ് ചെയ്യേണ്ട, എത്രയും വേഗം തല്ലിക്കൊന്ന് ആക്രിക്ക് കൊടുക്ക്. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ സൂപ്പർ ഹീറോ പയ്യൻ അവൻ അവിടേക്ക് വരിക. പിക്കലോ ആണെങ്കിൽ അവന്റെ പേര് ട്രങ്ക്സ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. അത് കേട്ട് വജീറ്റ ആണെങ്കിൽ ഞെട്ടും. ട്രങ്ക്സോ, അതെന്റെ മകന്റെ പേരാണല്ലോ. കാണുമ്പോ എനിക്ക് എന്റെ മകനെ പോലെയാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഇവൻ ഫ്യൂച്ചറിൽ നിന്ന് ഇവിടേക്ക് വന്നാണോ ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. ആ സമയം ഒട്ടും നമ്മുടെ സൂപ്പർ ഹീറോ ട്രങ്ക്സിനെ നോക്കി നിൽക്കുകയാണ്. ഇവൻ ആരാണ്? ഇവനെക്കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും ആ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി ഇവിടെ നിൽക്കുന്നത് വലിയ അപകടമാണ്, എങ്ങനെയെങ്കിലും ഇവരുടെ ശ്രദ്ധ തെറ്റിച്ച് എനിക്ക് ലാബിലേക്ക് മടങ്ങി പോകണമെന്ന് പറയും. ആ സമയം നമ്മുടെ സൂപ്പർ ഹീറോ ട്രങ്ക്സ് വിളിച്ചു പറയും, ഞാൻ പറഞ്ഞ റോബോട്ട്സ് അത് ഇവറ്റകളല്ല, ഈ ആൻഡ്രോയിഡ്സ് എന്റെ കാലഘട്ടത്തിലുള്ള ആൻഡ്രോയിഡ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ബുൽമയും ടീമും അവരാണെങ്കിൽ ഓൾമോസ്റ്റ് ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. റോബിനാണെങ്കിൽ അവളോട് പറയും, എനിക്ക് അവിടേക്ക് പോകാൻ യാതൊരു താല്പര്യവുമില്ല, നമുക്ക് എത്രയും വേഗം തിരികെ പോകണം. ഇതുവരാൻ നീ തയ്യാറായിട്ടില്ല എങ്കിൽ നിന്റെ കുഞ്ഞിനെ ഞാൻ പുറത്തേക്ക് വലിച്ചെറിയും. അത് കേട്ട് ബുൽമ ചിരിക്കും. ആ കുഞ്ഞ് അത് വജീറ്റയുടേതാണ്, അതിനെന്തെങ്കിലും സംഭവിച്ച വജീറ്റ തന്നെ വെറുതെ വിടില്ല. ഇവനാണെങ്കിൽ അത് കേട്ട് ഫ്യൂസ് പോവും. അവനുടനെ ആ കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ വെജീറ്റയ്ക്ക് കൺട്രോൾ പോയി അവൻ ദേഷ്യപ്പെടും. ഓ നോ, ഇവിടെ എന്താ സംഭവിക്കണേ? നീ പറഞ്ഞ റോബോട്ട്സ് അത് ഇവറ്റകളല്ലെങ്കിൽ ഇവറ്റകൾ ആരാണ്? നീ പറഞ്ഞ റോബോട്ട്സ് അവറ്റകൾ എവിടെ? അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ബുൽമയും റൂബിനും ഇപ്പോ അവിടേക്ക് കടന്നു വരും. അവരാണെങ്കിൽ ആ പേടകം കണ്ട് ബുൽമയോട് അവിടെ നിന്ന് മാറിപ്പോവാനായിട്ട് പറയും. അപ്പോഴായിരിക്കും റോബോട്ട് വിളിച്ചു പറയുക, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായാലും നമ്പർ 17ഉം 18ഉം ഇവിടേക്ക് കടന്നു വരും, അവൻ നിങ്ങളുടെ അവസാനം എത്തിക്കും. അവനാണെങ്കിൽ അത്രയും പറഞ്ഞ് ബുൽമ വന്ന ആ പേടകം അത് തകർക്കാനായിട്ട് ശ്രമിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.